السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിൽ എപ്പോഴും നമ്മളിൽ നിന്നൊരാളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബകളുടെ ആരംഭത്തിൽ, ഉപദേശങ്ങളുടെ തുടക്കത്തിലൊക്കെ സ്വഹാബിമാർക്ക് ആവർത്തിച്ച് നൽകിയിരുന്ന ആ ഒരു വസിയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചരിത്രം, സീറ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അവസരത്തെ ഞാനും നിങ്ങളും ആ ഗൗരവത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളണമെന്ന് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോടും അടുത്ത ബന്ധുക്കളോടും ഒക്കെയുള്ള പെരുമാറ്റ രീതികളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇനി കടക്കുന്നത് അയൽവാസികളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോട് ഇടപെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നവർ ആരൊക്കെയാണ്? അവരെങ്ങനെയാണ് പ്രവാചകനോട് ഇടപെട്ടത്? അയൽപക്കം, അയൽവാസ ബന്ധം എന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയൽവാസ ബന്ധത്തെ ഇസ്ലാം എത്ര പ്രാധാന്യപൂർവ്വം ആണ് കണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഹദീസുകളുടെയും അല്ലെങ്കിൽ ഒരുപാട് ആയത്തുകളുടെയോ ഹദീസുകളുടെയോ പിൻബലം വേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ അതിൻ്റെ വലിപ്പവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ നിസായിലെ 36-ാമത്തെ വചനം ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിൽ വളരെയേറെ വിലപ്പെട്ട പാഠങ്ങൾ നമുക്ക് നൽകുന്ന ആയത്താണ്. ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൗഹീദിനുള്ള പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യ ജീവിതത്തിലെ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യൻ്റെ ആദർശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിനോടനുബന്ധമായി പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം പ്രാധാന്യം വരുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഏറ്റവും സുപ്രധാനമായ കാര്യം പറയുകയും പിന്നെ അതിനുശേഷം കുറേ കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ ഏറ്റവും സുപ്രധാനമായ കാര്യത്തോട് ചേർത്ത് പറയാൻ മാത്രമുള്ള പ്രാധാന്യം അതിനുണ്ടാവും എന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്, വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ. രണ്ടാമതായി എണ്ണി പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോടുള്ള അവരോട് സുഹൃതം ചെയ്യുക, അവരോട് നന്മ ചെയ്യുക എന്നതാണ് ഇഹ്സാൻ. വബിദിൽ ഖുർബ, ബന്ധുക്കൾ, അവരോട് നന്മ ചെയ്യുക. വൽ യതാമ വൽ മസാക്കീൻ, യതീം മക്കൾ, അനാഥർ, അതുപോലെ തന്നെ മിസ്കീൻ, ഇവരെയൊക്കെ പരിഗണിക്കുക. വൽ ജാരിദിൽ ഖുർബ, അയൽവാസികളെ, അടുത്ത അയൽവാസികളെ പരിഗണിക്കുക. ബന്ധുക്കളായ അയൽവാസികൾ, കുടുംബക്കാരായ അയൽവാസികൾ. വൽ ജാരിൽ ജുനൂബ്, ഇനി കുടുംബക്കാരൻ അല്ലെങ്കിലും മറ്റൊരു
ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിലോ മറ്റൊരു ഗോത്രത്തിലുള്ള ആളാണെങ്കിലും ശരി, അയൽവാസിയാണോ അയാളെ പരിഗണിക്കുക. 2 തരം അയൽവാസികളെയും എടുത്തു പറഞ്ഞു. പിന്നെയും ആ ആയത്തിങ്ങനെ തുറക്കുന്നത് കാണാം, വസ്സാഹിബി ബിൽ ജംബ്, അടുത്ത ബന്ധമുള്ളത്, യാത്രക്കാരൻ, അതുപോലെ തന്നെ പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ കുടുംബം, വബിനി സബീൽ, യാത്രക്കാർ, ഒമാ മലക്കത്ത് ഐമാനുക്കും, കീഴിലുള്ള അടിമകൾ, നിങ്ങളുടെ വലതുകരങ്ങൾ ഉടമപ്പെടുത്തിയ ആളുകൾ അഥവാ അടിമകൾ, ഭൃത്യന്മാർ, ഇവരെ ഒക്കെയും നിങ്ങൾ ശ്രദ്ധിക്കണം, അവരോട് ഇഹ്സാൻ ചെയ്യണം, അവരോട് നന്മ ചെയ്യണം, പ്രവർത്തിക്കണം, നല്ല നിലക്ക് പെരുമാറണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അള്ളാഹു പൊങ്ങച്ചം നടിക്കുന്ന, ദുരഭിമാനം നടിക്കുന്ന ഒരു അഹങ്കാരിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ നല്ല സ്വഭാവങ്ങളിൽ, നല്ല വിനയപൂർവ്വമുള്ള ഇടപാടുകൾക്ക് അർഹതപ്പെട്ടവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ അതിനൊന്നും ആവശ്യമില്ല, കുടുംബക്കാർ, ബന്ധുക്കൾ, ഈ പറഞ്ഞ ആളുകൾ അവരൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ പിന്നെ നമ്മളെ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അംശമുള്ളവനാണ് എന്നർത്ഥം എന്നുകൂടി ഇതിൽ നിന്ന് ഇതിനൊരു വിപരീത അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബന്ധങ്ങൾ, ഈ ഇടപെടലുകൾ, ഇതൊക്കെയും നന്നാക്കുക എന്നതാണ് ഒരു നല്ല മുസ്ലിമിൻ്റെ, നല്ല സൽസ്വഭാവമുള്ള ഒരു നല്ല മനുഷ്യൻ്റെ വിശേഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തും ഒട്ടനവധി ഹദീസുകളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായിരുന്നാലും ഈ ആയത്ത് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഒരിക്കലും ഇതിന് വിപരീതമായൊരു സ്വഭാവം തൻ്റെ ജീവിതത്തിൽ വെച്ചു പൊറുപ്പിക്കുക സാധ്യമല്ലല്ലോ. ജാഹിലിയ കാലത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ, ഗുണങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണുന്നത് നമുക്ക് കാണാം. ആദ്യമായി വഹി ലഭിച്ച് പേടിച്ചരണ്ട് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ പിന്നെ താങ്കളെ അള്ളാഹു ഒരിക്കലും, കല്ല വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും താങ്കളെ നിന്ദനാക്കുകയില്ല, കൈവടിയുകയില്ല. കാരണം താങ്കൾ ഒട്ടനേക നന്മകൾ ചെയ്യുന്നയാളാണ്. അതിഥികളെ സൽക്കരിക്കുന്ന, പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന, അനീതിക്കും അക്രമത്തിനും ഇരയായ ആളുകളെ സഹായിക്കുന്ന, ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങൾ പോലെ ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണുന്ന, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണഗണങ്ങൾ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണുന്നത് കാണാം. അപ്പോൾ ജാഹിലിയ കാലത്തായിരുന്നാലും പിന്നീട് പ്രവാചകനായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രംഗത്തും ഏറ്റവും ഉത്തമ സ്വഭാവ ഗുണങ്ങളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ അയൽവാസികളുണ്ടായിരുന്നു, മുഹാജിറുകളും അൻസാറുകളും പെട്ട ആളുകൾ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണുന്നത് കാണാം. അൻസാരികളിൽപ്പെട്ട പ്രവാചകൻ്റെ അയൽവാസികൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം അഥവാ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബ്ദുള്ള, അദ്ദേഹം, അവരുടെ വീട്, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ചില സമയങ്ങളിൽ, പൂർണ്ണമായും ഇല്ലെങ്കിലും ചില സമയങ്ങളിലോ അല്ലെങ്കിൽ മുഴുവൻ പൂർണ്ണമായോ ഒക്കെ അയൽവാസികളായി ജീവിച്ച ആളുകളാണ്. ബനു നജ്ജാർ ഗോത്രം, അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി മക്കയിൽ വന്നിറങ്ങുന്നത് അവരുടെ അടുത്താണ്, ബനു നജ്ജാർ ഗോത്രം. കാരണം അവരും പ്രവാചകനും തമ്മിലുള്ള ബന്ധം നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചിരുന്നു. ഹാഷിം, അബ്ദുമനാഫിൻ്റെ മകൻ ഹാഷിം പ്രവാചകൻ്റെ പ്രപിതാമഹൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ബനു നജ്ജാർ ഗോത്രത്തിലെ സൽമ ബിൻറ്റ് അംർ എന്നു പേരുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ പിന്നെ സഹോദരന്മാർ, അഖ്വാലുകൾ, അമ്മാവന്മാർ എന്നൊരു പേര് കൂടി ബനു നജ്ജാർ ഗോത്രത്തിലുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേക പരിഗണനയുണ്ട്. അടുപ്പവും ബന്ധവും കൊണ്ട്, കുടുംബബന്ധവും കൊണ്ട് പിന്നെ തൊട്ടടുത്താണ്, അവരുടെ അടുത്താണ് പ്രവാചകൻ താമസിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ മദീനയിൽ ഈ ബനു നജ്ജാർ ഗോത്രത്തിൻ്റെ താമസ സ്ഥലത്ത് അടുത്തുകൂടി നടന്നു പോയപ്പോൾ അവിടെയുള്ള ചെറിയ പെൺകുട്ടികൾ അവരിങ്ങനെ അവരുടെ കയ്യിലുള്ള ദഫും ഇതൊക്കെ വെച്ച് അതിങ്ങനെ തട്ടി അവർ ഒരു പാട്ടുപാടിയാണ്, നഹ്നു ജവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദ മുഹമ്മദുൻ മിൻ ജാരി, ഞങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിലെ പെൺകുട്ടികളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ വലിയ പ്രവാചകൻ്റെ അയൽവാസ ബന്ധം, അയൽവാസികളാകാൻ ഭാഗ്യം ലഭിച്ച എത്രയോ വലിയ സന്തോഷത്തിന് അവസരം ലഭിച്ച ആളുകളാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ, ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യഅലമുല്ലാഹു ഇന്നി ലഉഹിബ്ബുകുൻ, അല്ലാഹുവിനറിയാം തീർച്ചയായും ഞാൻ നിങ്ങളെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ബനു നജ്ജാർ ഗോത്രത്തെയും ബനു നജ്ജാർ ഗോത്രത്തിലെ ചെറിയ പെൺകുട്ടികളെയും ചെറിയ മക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബന്ധത്തെയും ഒക്കെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അള്ളാഹുവിനറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലെ പ്രവാചകൻ്റെ അയൽവാസ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. അൻസാരികളായ അയൽവാസികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ചിരുന്ന പരിഗണന ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. അൻസാരികളിൽ നിന്നും ഒട്ടേറെ പ്രവാചകൻ താമസിക്കുന്നിടത്ത് അടുത്തുള്ള അയൽവാസികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ജിറാനു സിദ്ഖിൻ, എത്രയോ നല്ല സത്യസന്ധരായ, നമ്മളോട് അത്രയേറെ നല്ല പെരുമാറ്റം വെച്ച് പുലർത്തുന്ന അയൽവാസികൾ. കാനത്ത് ലഹും മനാഇഹ്, അവർക്ക് നമുക്ക് വേണ്ടി മാത്രം, പ്രവാചകൻ്റെ വീട്ടിലേക്ക് വേണ്ടി മാത്രം അവർക്ക് ചില മൃഗങ്ങളുണ്ടായിരുന്നു. മനാഇഹ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഒട്ടകം അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയൊക്കെ സ്നേഹത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ഒക്കെ പേരിൽ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ മറ്റൊരാൾക്ക്, മറ്റൊരു വീട്ടുകാർക്ക് അതിങ്ങനെ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുക. അതിനാണ് മനാഇഹ് എന്ന് പറയുക. ആ മൃഗത്തിൻ്റെ പാലും ആ മൃഗത്തിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. ഉടമസ്ഥ പൂർണ്ണമായി ഹദിയ കൊടുത്തില്ലെങ്കിലും ഇവരടുത്ത് ചിലപ്പോൾ എക്സ്ട്രാ ഒട്ടകങ്ങളുണ്ടാവാം, ആടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടാവാം. അതിനൊക്കെ അതിൻ്റെ ഉപകാരം അടുത്ത വീട്ടുകാർക്ക് നിങ്ങൾ എടുത്തോളി, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് മനാഇഹ് എന്ന് പറയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. വകാനു യംനഹൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽബാനിഹിം ഫയസ്ഖീന, അതുപോലെ തന്നെ അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൻ്റെ പാലും, ഒട്ടകങ്ങൾ പാലും, ആടിൽ നിന്നുള്ള പാലും ഒക്കെ പ്രവാചകന് കൊടുക്കുമായിരുന്നു. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. അഥവാ അൻസാരികൾ, ആ അയൽവാസികൾ പ്രവാചകന് കാണിച്ചിരുന്ന അത്രയേറെ വലിയ അടുപ്പമാണ്. പക്ഷേ മക്കയിലും ഉണ്ടായിരുന്ന അയൽവാസികൾ നമുക്കറിയാം. മക്ക കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അയൽവാസികൾ പ്രവാചകനോട് കാണിച്ച വളരെ മോശപ്പെട്ട പെരുമാറ്റം നമുക്കറിയാം. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് അയൽവാസികളുമുണ്ട്. അൻസാരികൾക്കപ്പുറത്ത് മുഹാജിറുകളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അയൽവാസികളായി തന്നെ ജീവിച്ച ആളുകളാണ്. മക്കയിൽ മദീനയേക്കാൾ നേർ വിപരീതമായിരുന്നല്ലോ സ്ഥിതി. മക്കയിൽ ഏറ്റവും തൊട്ടടുത്ത വീടുകളിലെ അയൽവാസികൾ, ബന്ധുക്കൾ പോലും പ്രവാചകനെതിരാണ്. അബൂലഹബ് പ്രവാചകൻ്റെ പിതൃവ്യൻ, പ്രവാചകൻ്റെ അയൽവാസി. സൂറത്തുൽ ലഹബ് അല്ലെങ്കിൽ സൂറത്തുൽ മസദ് പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രമാണ് ലഹബ് കുടുംബം, അബൂലഹബും ഭാര്യയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിച്ചത്. അബൂലഹബ് ഒരു അയൽവാസിയായി. മക്കയിലെ പ്രവാചകൻ്റെ പ്രമുഖരായ അയൽവാസികളെ നമുക്ക് കാണാം. ഹക്കം ഇബ്നുൽ ആസ്, അതുപോലെ തന്നെ അബൂലഹബ്, ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്യിദ്, അദി ഇബ്നു ഹംറ, ഇബ്നുൽ അസ്ദാ, ഇങ്ങനെ തുടങ്ങിയ അയൽവാസികൾ റസൂലുണ്ടായിരുന്നു. ഇവരിൽ ആദ്യം പറഞ്ഞ ഹക്കം ഇബ്നുൽ ആസ് ഒഴിച്ച് ബാക്കി ആരും ഈ അയൽവാസികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹക്കം ഇബ്നുൽ ആസ് മാത്രമാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത്. ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്യിദിനെ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുമ്പോൾ ചുമലിൽ ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്യിദ്. മറ്റൊരു റിപ്പോർട്ടിൽ ഒരു ആടിൻ്റെ കുടൽമാല അല്ലെങ്കിൽ ഗർഭപാത്രം ആണും എന്ന് നമുക്ക് കാണാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അയൽവാസികളെന്ന് മാത്രമല്ല, ഇവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം കൂടിയാണ്. അബ്ദുമനാഫ് കുടുംബം, അബ്ദുമനാഫിൻ്റെ മക്കളുടെ അവരുടെ താവഴികളിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഈ കുടുംബ ബന്ധവും അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധവും ഒക്കെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ മഹാവൃത്തികെട്ട ഒരു പ്രവർത്തനം പ്രവാചകരെ നേരെ ചെയ്യുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത് കാണാം, യാ ബനി അബ്ദുമനാഫ് അയ്യു ജിവാരിൻ ഹാദാ, അല്ലയോ അബ്ദുമനാഫിൻ്റെ കുടുംബമേ, ബന്ധമുണ്ട്, അയൽവാസമുണ്ട്, അയൽപ്പക്ക ബന്ധമുണ്ട്. അയ്യു ജിവാരിൻ ഹാദാ, ഇത് എന്തൊരു അയൽപ്പക്ക ബന്ധമാണ്. അടുത്ത് താമസിക്കുന്ന ഒരാളോട് കാണിക്കേണ്ട ഒരു പൊതുമര്യാദകളുണ്ടല്ലോ, ഒരു അത്യാവശ്യം വേണ്ട ചില സംസ്കാരങ്ങളുണ്ടല്ലോ. അയ്യു ജിവ, ഇതെന്ത് സംസ്കാരമാണ്, എന്ത് അയൽപ്പക്ക ബന്ധമാണ്. പൊതുവെ അയൽപ്പക്ക ബന്ധത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ വളരെയേറെ കണിശമായ ആ ബന്ധത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന എത്രയോ ഹദീസുകൾ നമുക്ക് കാണാം. അത്രമാത്രം അടുപ്പമോ
എന്ന അത്ഭുതം തോന്നിപ്പോകുന്ന ഹദീസുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, മസാല യൂസീനി ജിബ്രീലു ബിൽ ജാർ ഹത്താ ളനൻതു അന്നഹു സയുവജ്ജിതുഹു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ജിബ്രീൽ എന്നോട് ഇങ്ങനെ അയൽപ്പക്ക ബന്ധത്തെക്കുറിച്ച് വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവസാനം എൻ്റെ അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ, അയൽവാസിക്ക് അനന്തരാവകാശത്തിൽ നിന്ന് വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഒരു അൻസാരിയായ സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനായി കാത്തു നിന്നു. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലുമായി സംസാരിക്കുന്നത് കാണുന്നത്. അവർ രണ്ടുപേരും നിന്ന് സംസാരിക്കാൻ. അപ്പോൾ എന്തോ വലിയ അർജൻറ്റായ എന്തോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒന്ന് ഇരിക്കുക പോലും ചെയ്യാതെ അള്ളാഹുവിൻ്റെ റസൂലും ആ മനുഷ്യനും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഈ സ്വഹാബി അൻസാരി വിചാരിച്ചു, നിന്നോട്ടെ, സംസാരിച്ച് തീർന്നോട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകണ്ട. എന്നിട്ട് കുറേ നേരം നിന്നു. അവസാനം ഈ സ്വഹാബിക്ക് തോന്നിപ്പോയി, അള്ളാഹുവിൻ്റെ റസൂൽ ഒന്ന് ഇരുന്നൂടെ, ഇത്ര നേരം ഇങ്ങനെ നിന്ന്, ഇത് പ്രധാനപ്പെട്ടതായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ഇരുന്ന് സംസാരിച്ചൂടെ. എനിക്ക് തന്നെ പ്രവാചകനോട് ഒരു സഹതാപം തോന്നിപ്പോയി, എന്തിന് ഇത്ര ദീർഘമായി നിന്ന് എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നു. അയാൾ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തി. അൻസാരിയായ സ്വഹാബി ചോദിച്ചു, എന്താണ് പ്രവാചകൻ ഇത്ര ദീർഘമായി നിന്ന് സംസാരിക്കാനുള്ള കാരണം? ആ മനുഷ്യൻ വന്ന് താങ്കളോട് ചോദിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് തന്നെ തോന്നിപ്പോയി ഒന്ന് ഇരുന്ന് സംസാരിച്ചുകൂടെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, വലഖദ് റഅയ്തഹു, നീ അയാളെ കണ്ടോ? നീ ആ മനുഷ്യനെ നീ കണ്ടുവോ? ആ അൻസാരി സ്വഹാബി പറഞ്ഞു, നഅം, അതെ, ഞാൻ കണ്ടു, ആ മനുഷ്യനെ കണ്ടു. അതാരാണെന്ന് എനിക്കറിയുമോ? അതെനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്നോടത് പറഞ്ഞു. എന്നോട് ജിബ്രീൽ സംസാരിച്ചു കൊണ്ടിരുന്നത് വളരെ പ്രാധാന്യപൂർവ്വം ഇങ്ങനെ എന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മസാല യൂസീനി ബിൽ ജാർ, അയൽവാസികളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഹത്താ ളനൻതു അന്നഹു സയുവജ്ജിതു, അവസാനം അനന്തരാവകാശവും കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന അർത്ഥത്തിൽ ആ ബന്ധത്തിലും എന്തെങ്കിലും പങ്കുണ്ടാകുമോ അയൽവാസിക്ക് എന്നെനിക്ക് തോന്നിപ്പോകുന്ന അത്രയോളം ജിബ്രീൽ എന്നോട് ആവർത്തിച്ച് ഇതിൻ്റെ പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. അവസാന സമയത്ത് ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് നൽകിയ ഉപദേശങ്ങളിൽപ്പെട്ടൊരു ഉപദേശം കൂടിയാണ് അയൽവാസ ബന്ധത്തെ കാത്തു സൂക്ഷിക്കണം, പരിഗണിക്കണം എന്ന ഉപദേശം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്തിരുന്ന് ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ പ്രസിദ്ധമായ ആ ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിൽ ജാർ, ഞാൻ നിങ്ങളോട് അയൽവാസിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, നല്ല നിലയിൽ അവരോട് വർത്തിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഇതിങ്ങനെ ആവർത്തിച്ചു. അവസാനം ഫഖുൽതു, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോയി, ഇന്നഹു ലയുവദ്ദിസു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു പോയി, എനിക്ക് തോന്നിപ്പോയി, ഇപ്പോൾ ഇത്ര പറഞ്ഞ് അവസാനം ഇപ്പോൾ ഇനി അനന്തരാവകാശ നിയമം കൂടി കൊടുക്കാൻ പറയും, അത്രമാത്രം ബന്ധം ഉണ്ടായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കേട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അയൽവാസികളുടെ ബന്ധം ഇസ്ലാം പരിഗണിച്ചത് അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പരിഗണിച്ചത് അങ്ങനെയാണ്, സ്വഹാബികളോട് ഉപദേശിച്ചതും ഉണർത്തിയതും ഒക്കെ അങ്ങനെയാണ്. അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, സമിഅതു ഉദുനായ വ അബ്സറത് ഐനായ, എൻ്റെ സ്വന്തം ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയുന്നത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ മാനിച്ചുകൊള്ളട്ടെ, ആദരിച്ചുകൊള്ളട്ടെ, ബഹുമാനിച്ചുകൊള്ളട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ, ഫൽയുഹ്സിൻ ഇലാ ജാരി, അവൻ്റെ അയൽവാസിക്ക് നല്ല രൂപത്തിൽ അവരോട് ഇടപെടട്ടെ, നന്മകൾ ചെയ്യട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്, എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നത്. ഈ ഹദീസിൻ്റെ സനദിൽ പരമ്പരയിൽ വന്ന അത്താ ഉൽ ഖുറാസാനി എന്ന് പറയുന്ന വലിയ താബഈ പണ്ഡിതൻ, അദ്ദേഹത്തോട് ഈ ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല അത്താ, മാ ഹഖ്ഖുൽ ജാരി അലൽ ജാർ, അയൽവാസിയോട് ഇത്ര വലിയ ബന്ധമോ? എന്താണപ്പോൾ ഒരാൾക്ക് അയാളുടെ അയൽവാസിയോടുള്ള ബന്ധം എന്താണ്? എന്തൊക്കെയാണ് പിന്നെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ? അപ്പോൾ ഈ ഹദീസ് പറയുമ്പോൾ അത്താ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ താബഈ പണ്ഡിതനാണ്, അത്താ ഉൽ ഖുറാസാനി. അദ്ദേഹം ശിഷ്യന്മാരോട് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അഥവാ കുറേ കാര്യങ്ങൾ, അന്ന്
ഒരു സാധാരണ നിലക്ക് ഒരാളോട് നമ്മൾ കാണിക്കുന്ന ബന്ധത്തിൽ എന്തൊക്കെ നാട്ടു നടപ്പ് അനുസരിച്ച് വരുമ്പോൾ അതൊക്കെ അദ്ദേഹം എണ്ണി പറഞ്ഞു. ഇത് സ്ഥാനക ആൻതഹു, നിന്നോട് സഹായം ചോദിച്ചാൽ നീ ഇത് ചെയ്തു കൊടുക്കണം. ഇതസ്തഖറൽക അഖറൽതഹു, നിന്നോട് കടം ചോദിച്ചാൽ നിനക്ക് കഴിയുമെങ്കിൽ ഇത് കൊടുക്കണം. എന്തെങ്കിലും ആവശ്യം നിന്നോട് വന്ന് പറഞ്ഞാൽ നിനക്ക് നിവർത്തിച്ച് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. രോഗിയായാൽ സന്ദർശിക്കണം. എന്തെങ്കിലും നന്മ ഇദാ അസാബഹു ഖൈർ ഹന്നതഹു, എന്തെങ്കിലും അയാൾക്ക് നല്ല നേട്ടങ്ങൾ ലഭിച്ചു, ഖൈർ ലഭിച്ചു, അയാൾക്ക് ആശംസകൾ പറയണം, അയാളുടെ സന്തോഷത്തിൽ നീ പങ്കുചേരണം. എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ആ സങ്കടത്തിലും നീ പങ്കുചേരണം. അയാൾ മരിച്ചാൽ അയാളുടെ ജനാസയെ നീ പിന്തുടരണം. അതുപോലെ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ, അന്ന് നിലവിലുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി. അത്താഉൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് എണ്ണിയ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒന്ന്, വലാ തസ്തത്തിൽ അലൈഹി ബിൽ ബിനാ, വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ മതിൽ കെട്ടുമ്പോൾ അയാൾക്ക് കാറ്റ് ലഭിക്കാത്ത രൂപത്തിൽ ഫതഹ്ജുബു അൻഹു റിഹ് ഇല്ലാ ബിഇദ്നി, അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ വീട്ടിലേക്കുള്ള കാറ്റും വെളിച്ചവും ഒക്കെ തടസ്സപ്പെടുന്ന രൂപത്തിൽ വളരെ ഉയർത്തി നീ കെട്ടരുത്, അനുവാദം ചോദിക്കണം. അതുപോലെ തന്നെ വലാ തുഖ്ദിഹി ബിഖതാരി ഖിദ്രിക്, നിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ നിന്നുയരുന്ന പുക കൊണ്ടുപോലും നീ അയാളെ അഥവാ നല്ല സുഗന്ധമുള്ള അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ അതിൻ്റെ മണം അപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലും നീ അയാളെ ഉപദ്രവിക്കരുത്. അത് നീ അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നുവെങ്കിൽ ഇല്ല തഗ്രീഫ ലഹു മിൻഹ, അതിൽ നിന്ന് നിനക്ക് കൊടുക്കാനും കൂടി പറ്റണം. അങ്ങനെ മറ്റുള്ളവർ അറിയുന്ന രൂപത്തിൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ നീ അയാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചെങ്കിലും അതിൽ നിന്ന് പങ്കുവെക്കണം, അല്ലാതെ അയാളെ ബുദ്ധിമുട്ടിക്കരുത്. വഇനിഷ്തറൈത ഫാകിഹതൻ ഫഹ്ദി ലഹു, നീ വീട്ടിലേക്ക് ഫലവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഹദിയ കൊടുക്കണം. അത്താഉൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണാണ്. അഥവാ എന്തൊക്കെ നന്മകളുണ്ടോ നമ്മൾ അത്രയേറെ പരിഗണന വേണം എന്നതാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലെ സുലഭമല്ല. അത് നല്ല വിലയുണ്ടാകും. പല നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ പല നാടുകളിൽ നിന്ന് വേണം ഫലവർഗ്ഗങ്ങൾ എത്തിപ്പെടാൻ. അപ്പോൾ അവിടെ ഫലവർഗ്ഗങ്ങൾ ചന്തയിലെത്തി അത് വാങ്ങിക്കൊണ്ടുവരിക എന്ന ഒരു സവിശേഷമായ ഭക്ഷണ പദാർത്ഥമാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാവുന്നത്. അപ്പോൾ നീ നിൻ്റെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഫഹ്ദി ലഹു, അവന് നീ ഹദിയ കൊടുക്കാൻ കണ്ടണം, പിന്നെ അതിനുള്ള വക കണ്ടെത്തണം. ഫഇല്ലം തഫ്അൽ ഫഅദ്ഖിൽഹാ സിർറൻ, നിനക്കതിന് കഴിയില്ലെങ്കിൽ അയാൾ കാണാതെ ഒളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. വലാ യഖ്റുജു ബിഹാ വലദുക് ലിയഗീദ ബിഹാ വലദഹു, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒളിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിൻ്റെ മക്കൾക്ക് ആ നിലക്ക് ഉപദേശം കൊടുത്ത് തരണം. അദ്ദേഹം പറയാണ്, നിൻ്റെ മകൻ ആ ഫ്രൂട്ട് മറ്റുള്ളവർക്കൊന്നും അങ്ങനെ വാങ്ങാൻ കിട്ടാത്ത, നിനക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകിയ ആ ഫലവർഗവും കൊണ്ട്, ആ ഫലവും കൊണ്ട്, ആ പഴവും കൊണ്ട് നിൻ്റെ മകൻ പുറത്തിറങ്ങി അല്ലെങ്കിൽ അയൽവാസിയുടെ വീട്ടിൽ പോയി അവസാനം അയാളുടെ മക്കൾക്ക് കൂടി അത് തിന്നാൻ കൊതി ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള, ആഗ്രഹം വരുന്ന രൂപത്തിൽ, അത് പ്രശ്നമുണ്ടാകുന്ന രൂപത്തിൽ, അയാളുടെ മക്കൾക്കത് ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ അങ്ങനെ നിൻ്റെ മകൻ പുറത്തേക്ക് വിടരുത് എന്ന് വരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ അദ്ദേഹം അത്താഉൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉപദേശം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ നമ്മുടെ ഈ രംഗത്ത് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണോ നമ്മുടെ നാട്ടു നടപ്പുള്ളത്, ആ രംഗത്ത് എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കണോ അതൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ ശ്രദ്ധിക്കണം. എവിടെയൊക്കെ നമ്മുടെ അയൽപ്പക്ക ബന്ധം നിലനിർത്താൻ കഴിയുന്ന മേഖലകളുണ്ടോ അതൊക്കെ നിലനിർത്തണം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നത് കാണാം. അയൽവാസ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഈമാൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഈമാൻ കുറവുള്ളവരാണ് അയൽപ്പക്ക ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാക്കുക, മനഃപൂർവ്വം ബന്ധങ്ങൾ മുറിക്കുക. വകാന അഹ്ലുൽ ജാഹിലിയ്യത്തി യുഹാഫിദൂന അലൈഹി, ജാഹിലിയ്യ കാലത്തെ ആളുകൾ പോലും അയൽപ്പക്ക ബന്ധത്തിൽ അത് കാത്തു സൂക്ഷിച്ചിരുന്നു, അതിനെ നല്ല നിലക്ക് അയൽവാസികളോട് ഇടപെട്ടിരുന്നു. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി കുറേ കാര്യങ്ങളുണ്ടെന്ന് കാണാം. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് ബിഹസബി ത്വാഖ, എന്തൊക്കെ കഴിയോ ആ നന്മകളൊക്കെ അയൽവാസികളോട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. കൽ ഹദിയ കൊടുക്കാൻ, സലാം പറയാൻ, ത്വലാഖത്തുൽ വജ്, കണ്ടാൽ നല്ല മുഖപ്രസന്നതയോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കാൻ, തഫഖുദി ഹാലിഹി, അയാളെ കാണാനില്ല അതിനെക്കുറിച്ച് അയാളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ, സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ, എന്തൊക്കെ നമുക്ക് കഴിയുമോ അതിലൊക്കെ അയാളെ സഹായിക്കാൻ, അയാൾക്ക് എന്തൊക്കെ ഉപദ്രവങ്ങൾ വരുന്നോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് കഴിയുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ അയൽവാസ ബന്ധത്തിൽ സൂക്ഷിക്കണമെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം.
അദ്ദേഹം ഇത് പറയാൻ കാരണമായ ചില ഹദീസുകളുണ്ട്. തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അയൽവാസ ബന്ധം എന്നതാണല്ലോ. അതിന് കാരണമായ ഹദീസ് 1, 2, 3 ഹദീസുകളുണ്ട്. ഒന്ന് അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്ന് പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, വിശ്വസിച്ചിട്ടില്ല, അവൻ വിശ്വസിച്ചിട്ടില്ല. 3 തവണ ആവർത്തിച്ചു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അപ്പോഴാണ് സ്വഹാബിമാർ ചോദിക്കുന്നത്, വമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് ഈ താങ്കൾ പറഞ്ഞ വിശ്വാസിയല്ലാത്ത, വിശ്വസിച്ചിട്ടില്ലാത്ത, ഈമാനില്ലാത്ത മനുഷ്യരാരാണ്? അഥവാ ഈമാൻ പൂർണ്ണമല്ലാത്തവർ എന്നാണ് ഈ ഹദീസിലെ പരാമർശത്തിൻ്റെ ഉദ്ദേശം. പൂർണ്ണമായും കാഫിറായിപ്പോയി എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബിമാരോട് പറയുന്നതാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരു മനുഷ്യൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, അയാളുടെ തിന്മയിൽ നിന്ന്, അയാളെക്കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് അയാളുടെ അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ അവൻ ഈമാനില്ലാത്തവനാണ്, അവൻ പൂർണ്ണമായ ഈമാനില്ലാത്തവനാണ്, ഈമാനിൽ പലതരത്തിലുള്ള അപഭ്രംശങ്ങൾ സംഭവിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഒരു ഈമാനിൻ്റെ വിഷയത്തിൽ വരെ അല്ലാഹു റസൂൽ തന്നെ ചേർത്തി പറഞ്ഞു. നമ്മുടെ ശല്യം കൊണ്ട് അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുന്നു എങ്കിൽ നമ്മുടെ ഈമാനിനാണ് പ്രശ്നമുള്ളത് എന്ന് പ്രവാചകൻ പറഞ്ഞു എങ്കിൽ വഹിയ മുബാലഗത്തുൻ തുൻബിഉ അൻ തഅദീമി ഹഖിൽ ജാർ, അയൽവാസ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അയാളുടെ കടപ്പാടുകളെക്കുറിച്ച് വളരെയേറെ വലിയ, അതിൻ്റെ വമ്പിച്ച ഗൗരവകരമായ അവസ്ഥയെക്കുറിച്ചാണല്ലോ പ്രവാചകൻ എന്ന് പറയുന്നത്. വഅന്ന ഇദ്റാറഹു മിനൽ കബായിർ, അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ, അയൽപക്ക ബന്ധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് വൻ പാപങ്ങളിൽ പെടും എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം. സമാനമായ ഒട്ടനവധി ഹദീസുകളുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈമാൻ പൂർണ്ണമല്ലാത്തവൻ ആണ് എന്നല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരാളുടെ ശല്യത്തിൽ നിന്ന് അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ, അയൽപക്ക ബന്ധം അത്രയേറെ മോശപ്പെട്ടതാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ കാണാം. അയൽപക്ക ബന്ധത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം സ്വഹാബിമാരോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു എന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർക്കും ആ നിലയിലുള്ളൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വഹാബിമാരോട് ചോദിച്ചു, മാ തഖൂലൂന ഫി സിന, എന്താണ് നിങ്ങൾക്ക് വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അഥവാ എന്താണ് നിങ്ങൾ പഠിച്ചത്? സ്വഹാബിമാർ പറഞ്ഞു, ഹറമഹുല്ലാഹു വ റസൂലു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഹറാമാക്കിയ സംഗതിയാണത്. ഫഹുവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് ഹറാമാണല്ലോ, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അയൽവാസ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ലഅൻ യസ്നിയ അർറജുലു ബിഅശ്റതി നിസ്വതിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി, ഒരാൾ 10 സ്ത്രീകളുമായി വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ വമ്പിച്ചതാണ് സ്വന്തം അയൽവാസിനെ അല്ലെങ്കിൽ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത്. അത് അത്രമാത്രം വലുതാണ്. അയൽപക്ക ബന്ധം സാധാരണ മറ്റ് മനുഷ്യരെ പോലെയുള്ള ബന്ധങ്ങളെ പോലെയല്ല. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. പിന്നെയും പ്രവാചകൻ ചോദിച്ചു, മാ തഖൂലൂന ഫിസ്സരിഖ, മോഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പറഞ്ഞു, അല്ലാഹുവും റസൂലും ഒക്കെ ഹറാമാക്കിയ പിന്നെ ഫഹിയ ഹറാം, പൂർണ്ണമായി ഹറാമെന്ന് ഉറപ്പുള്ളതാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ല അൻ യസ്രിഖ അർറജുലു മിൻ അശ്റതി അബിയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്രിഖ മിൻ ജാരിഹി, ഒരാൾ സാധാരണ ബന്ധമൊന്നുമില്ലാത്ത അയൽവാസിയൊന്നുമല്ലാത്ത 10 വീടുകളിൽ കയറി മോഷണം നടത്തുന്നതിനേക്കാൾ അതിനേക്കാൾ ഗൗരവമാണ് ഒരയൽവാസിയുടെ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കുക എന്ന് പറയുന്നത്. അഥവാ സാധാരണ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളെ പോലെയല്ല അയൽപക്ക ബന്ധം നമ്മൾ പരിഗണിക്കേണ്ടതും അവരോട് ഇടപെടേണ്ടതും എന്ന് ചുരുക്കം. അതിനത്രയേറെ ഗൗരവം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്നർത്ഥം. ഒരിക്കലൊരു സ്വഹാബി പ്രവാചകൻ്റെ അടുത്ത് വന്നു, എൻ്റെ അയൽവാസി എന്നെ അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്നു, എന്തും പറഞ്ഞിട്ടും അയാൾ എന്നോടുള്ള ബന്ധത്തിൽ ഒരു നീക്കുപോക്ക് വരുത്താൻ തയ്യാറല്ല, എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടും പല തവണ ഉപദേശിച്ചിട്ടും അയാൾ എന്നോട് ഇങ്ങനെ മോശപ്പെട്ട രൂപത്തിലാണ് അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫസ്ബിർ, പൊയ്ക്കോ, ക്ഷമിച്ചോ, ക്ഷമ ഉണ്ടല്ലോ, ക്ഷമ പിന്നെ പാലിക്കൂ, അതിൻ്റെ പ്രതിഫലം കിട്ടും, പൊയ്ക്കോ.
പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ പിന്നെയും അയാളുടെ ഉപദ്രവങ്ങൾ ഇങ്ങനെ തുടർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഇങ്ങനെ 3-4 വട്ടം ഇയാൾ ഇതേ ആവശ്യത്തിന് വന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ തിരിച്ച് വീട്ടിൽ പോയി നിൻ്റെ വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്ത് പുറത്ത് വഴിയിലിടണം. ഇദ്ഹബ് ഫത്റുഹ് മതാഅക ഫി ത്വരീഖ്, അതൊക്കെ ജനങ്ങൾ പോകുന്ന വഴിയിൽ നീ കൊണ്ടുപോയി നിക്ഷേപിക്കണം. വീട്ടിലുള്ള ഫർണിച്ചറും അതുപോലെ തന്നെ വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ വെച്ചതെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ, ഞാൻ ഇന്ന പരാതിയുമായി പ്രവാചകൻ്റെ അടുത്ത് പോയി, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു പറയാം. അങ്ങനെ അയാളുടെ വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെളിയിലിട്ടു. ആളുകൾ പോകുന്ന വഴിയിലാണിത്. അപ്പോൾ ആളുകൾ നടന്നു പോകുമ്പോഴൊക്കെ ആളുകൾ ഓരോ ആൾക്കാർ ചോദിച്ചു, ഇപ്പോൾ എന്താ അപ്പോൾ നിങ്ങളെ വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പുറത്ത്? അപ്പോൾ ഇയാൾ ഈ കാര്യം പറയും. അങ്ങനെ പറഞ്ഞ് പോകുന്ന വഴിയെ പോകുന്ന ആളുകളൊക്കെയും ഈ മനുഷ്യനെ ശപിച്ചുകൊണ്ട് അള്ളാഹു അയാളെ ഇതാക്കട്ടെ, എത്ര മോശം പ്രവർത്തനമാണ് ഇയാൾ ചെയ്യുന്നതെന്ന് ഇയാളെക്കുറിച്ച്, അഥവാ ഇയാളെ അയൽവാസിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആണ് ആളുകൾ കടന്നു പോകുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ ദിവസം ഇയാളുടെ ചെവിയിലും എത്തി. വഴിയെ പോകുന്ന ഒരാളും ഇയാളെ പറ്റിയൊന്നും പറയാതെ മോശമായി പറയാതെ പോകുന്നില്ല. അങ്ങനെ ഹദീസിൽ കാണുന്നു, ഫജഅലന്നാസു യൽഅനൂനഹു, ആളുകളെ ശപിച്ചുകൊണ്ട് കടന്നു പോയിട്ടാണ്. ഫഅലല്ലാഹു ബിഹി വഫഅൽ അയാളെ അള്ളാഹു അയാളെ ഇങ്ങനെ ആക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ പോയി. അങ്ങനെ അവസാനം ഈ അയൽവാസി എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു, ഇർജ, നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചോ. ഫഇന്നക ലൻ തറാ മിന്നി ഷൈഅൻ തക്റഹു, ഇനി ഞാൻ നിനക്ക് വെറുപ്പുള്ള, നിന്നെ ഉപദ്രവിക്കുന്ന, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതിയൊന്നും ഇനി എന്നിൽ നിന്ന് നീ കാണില്ല എന്ന് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ അയാളോട് ചോദിച്ചു, വമാ ലഖീത മിൻഹു, അയാൾ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ലഖീതു മിനൻ നാസ്, ഞാൻ എന്താണ് ഈ ആളുകളൊക്കെ എന്നെ ആക്ഷേപിച്ചും ശപിച്ചുമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചു, എന്താ ആളുകളൊക്കെ എന്താണ് ചെയ്തത്? എല്ലാനൂനി, അവരൊക്കെ എന്നെ ശപിച്ചു കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഖദ് ലഅനകല്ലാഹു ഖബ്ലൻ നാസ്, ആളുകൾ ശപിക്കുന്നത് പോട്ടെ, ആളുകൾ ശപിക്കുന്നതിന് മുമ്പ് പടച്ചോൻ നിന്നെ ശപിച്ചു കഴിഞ്ഞു. കാരണം അത്രയേറെ വൃത്തികെട്ട, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മോശപ്പെട്ടൊരു പ്രവർത്തനമാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വാക്ക് കൊടുത്തു, ഫഇന്നി ലഅഊദ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇനി അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഞാൻ ഇനി ഒരിക്കലും ആ പറഞ്ഞ പ്രവർത്തനത്തിലേക്ക് പോവില്ല. പിന്നെ മറ്റേ മനുഷ്യൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ആ വീട്ടിലെ സാധനങ്ങളൊക്കെ തിരിച്ച് വീട്ടിനുള്ളിൽ തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞു എന്നാണ് ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹസനായ റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് സ്വഹാബിമാർക്കിടയിൽ ഉണ്ടാകുന്ന അയൽവാസബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലാത്തപ്പോൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധത്തെക്കുറിച്ച് സ്വഹാബിമാരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഉണർത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെ പറ്റി, 2 സ്ത്രീകളെ പറ്റി പറഞ്ഞു. അതിലൊരു സ്ത്രീ, സ്വഹാബിമാർ അവരെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന, അത ഇന്ന സ്ത്രീ, അവർ ഒരുപാട് അവരുടെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സിയാം, സ്വദഖ, നോമ്പ്, ഒരുപാട് നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഒരുപാട് ആളുകൾക്ക് ദാനധർമ്മങ്ങൾക്ക് കൊടുക്കുന്ന സ്ത്രീയാണ്. ഗൈറ അന്നഹ തുഅ്ദി ജിറാനഹ ബിലിസാനിഹ, പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഒരു പ്രശ്നം, അവരുടെ നാവ് ശരിയല്ല. അയൽവാസികളെക്കുറിച്ച്, അയൽവാസിനികളെക്കുറിച്ച് നാവ് കൊണ്ട് പലതും പറഞ്ഞു നടക്കുന്ന, അവരെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന സ്ത്രീയാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. രണ്ടാമത്തെ സ്ത്രീ, അവർ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സ്ത്രീയെ പോലെ അത്രമാത്രം വലിയ ഇബാദത്തുകളൊന്നുമില്ല. ഫർദ് നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്, നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വതക്കയുണ്ട്. അതുപോലെ തന്നെ അയൽവാസിനികൾക്ക് സ്വതക്ക കൊടുക്കുന്ന, വീട്ടിൽ ചെറിയ സംഗതികൾ, ആ ഹദീസിലുള്ളത് ഇന്നഹ ബിൽ അസ്വാരി മിനൽ അഖിദ്, വെണ്ണ അല്ലെങ്കിൽ തൈര്, അതിൽ നിന്ന് ഒക്കെ അയൽവാസികൾക്കൊക്കെ ചെറിയ ചെറിയ രൂപത്തിൽ ഹദിയകളൊക്കെ കൊടുക്കുന്ന, സ്വതക്കകളൊക്കെ കൊടുക്കുന്ന, അങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. വലാ തുഅ്ദി ജിറാനഹ ബിലിസാനിഹ, അവർ നാവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അയൽവാസിനികളെ ഉപദ്രവിക്കാറില്ല, അവരെക്കുറിച്ച് പലതും പറഞ്ഞു നടക്കാറും അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്താറുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു ഹിയ ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. അതുപോലെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു സ്ത്രീയും ഒരു മനുഷ്യനും, എന്നാൽ അയൽവാസ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ ഇബാദത്തുകളിൽ അവരെക്കാളും കുറച്ച് ഇബാദത്തുകളേ ഉള്ളൂ, തീരെ ഇബാദത്തുകൾ ഇല്ല എന്നല്ല, ഫർദും മറ്റു കാര്യങ്ങളും അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അവരെപ്പോലെ അത്ര ഒരുപാട് സുന്നത്തുകളൊന്നുമില്ല. പക്ഷേ അയൽവാസ ബന്ധം ഒക്കെ ആണെങ്കിൽ ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
ഈ അയൽവാസ ബന്ധത്തിൽ മുസ്ലിം എന്നോ അല്ലെങ്കിൽ അമുസ്ലിം എന്നോ വേർതിരിവില്ല എന്നുകൂടി ഹദീസുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബികൾ അവരുടെ യഹൂദികളായ ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വീട്ടിൽ ആടിനെ ഇറക്കുമ്പോൾ അദ്ദേഹം വീട്ടുകാരോട് ചോദിക്കുമായിരുന്നു, അഹ്ദൈതും ലിൽജാരിനൽ യഹൂദി, നമ്മുടെ യഹൂദിയായ അയൽവാസി അയാൾക്ക് കൊടുത്തോ? ആവർത്തിച്ചു, അഹ്ദൈതും ലിൽജാരിനൽ യഹൂദി, നമ്മൾ അയൽവാസി യഹൂദി അയാൾക്ക് കൊടുത്തോ, അയാൾക്ക് വീട്ടിലേക്ക് കൊടുത്തയച്ചോ? എന്നിട്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കും, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് ഇങ്ങനെ അയൽവാസ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനം അനന്തരാവകാശം കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിന് തോന്നിപ്പോയി. എന്നാൽ ഹദീസും ഉദ്ധരിക്കും, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ ഈ ഹദീസും അതുപോലെ തന്നെ മറ്റു പല റിപ്പോർട്ടുകളൊക്കെ അതിനൊക്കെ വെളിച്ചത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം, വസ്മുൽ ജാരി യശ്മലുൽ മുസ്ലിമ വൽ കാഫിർ. അയൽവാസ ബന്ധം, അയൽവാസി എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമും പെടും കാഫിറും പെടും. വൽ ആബിദ് വൽ ഫാസിഖ്, വലിയ ഇബാദത്ത് ചെയ്യുന്ന വലിയ ആബിദായ മനുഷ്യനും, വൽ ഫാസിഖ് കുറേ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്ന തിന്മകളിലൊക്കെ ഏർപ്പെടുന്ന അവനും പെടും. വസ്സദീഖ വൽ അദു, അടുത്ത കൂട്ടുകാരനും പെടും ശത്രുവും പെടും. വൽ ഗരീബ വൽ ബലദി, പിന്നെ നമുക്ക് തീരെ അറിയാത്ത അപരിചിതനായ ആൾ, അയാൾ വേറെ നാട്ടിൽ നിന്ന് താമസം മാറി വന്നു, അയാളും പെടും, നമ്മുടെ നാട്ടുകാരനായ ആളും പെടും. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവനും പെടും, നമ്മെ ഉപദ്രവിക്കുന്നവനും ഈ അയൽവാസ ബന്ധത്തിൽപ്പെടും. വൽ ഖരീബ വൽ അജ്നബി, നമ്മുടെ കുടുംബക്കാരനും പെടും, കുടുംബമല്ലാത്ത തീർത്തും അപരിചിതനായ ആളും പെടും. വൽ അഖ്റബ ദാറൻ വൽ അബ്ആദ്, ഏറ്റവും അടുത്ത് വീടുള്ളവനും പെടും, അകലെ വീടുള്ളവനും പെടും. അയൽവാസി എന്ന ആ ഒരു അയൽപ്പക്കം എന്നുള്ള ആ ഒരു പരിധിയിൽപ്പെടുന്ന എല്ലാവരും പെടും. അതിൽ പിന്നെ മുസ്ലിം എന്നോ അല്ലെങ്കിൽ നല്ല മനുഷ്യനെന്നോ നമുക്കൊരുപാട് ഉപകാരം ചെയ്യുന്നവനെന്നോ നമ്മുടെ കൂട്ടുകാരനെന്നോ ബന്ധുവോ എന്നുള്ള വേർതിരിവില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. അപ്പോൾ ആ ബന്ധം എല്ലാ നിലക്കും പിന്നെ ഈ പറഞ്ഞത് ഒരു വ്യത്യാസവുമില്ലാതെ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഉപദ്രവങ്ങൾ നേരിട്ടാൽ പോലും അങ്ങോട്ടത് കാത്തു സൂക്ഷിക്കണം എന്നതാണല്ലോ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അയൽപ്പക്ക ബന്ധത്തെ എണ്ണിയത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ്. അതുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവം കാണാം. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട് വിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിന് വലിയ വില കൂട്ടി പറഞ്ഞു, ഇരട്ടി വില പറഞ്ഞു. അതെന്താ? അത് 1000 ദീനാർ ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും വില. അടുത്ത 1000 ദിനാർ അത് അബൂ ഹനീഫ എന്ന വലിയ മനുഷ്യൻ്റെ അയൽവാസം, ആ അയൽപ്പക്കം, അടുത്ത വീടാണ്, അതിൻ്റെ വില. കാരണം അത്രയേറെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അയൽവാസിയായി താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഒരുപാട് നന്മകളുണ്ടാകും, ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് അങ്ങനെയായിരുന്നു. നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, മിൻ സആദത്തിൽ മർ, ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി. വൽ മർക്കബുൽ ഹനീർ, ഒരു പ്രശ്നവുമില്ലാത്ത നല്ല, അന്നത്തെ കാലത്ത് മൃഗങ്ങളാണല്ലോ, പിന്നെ യാത്രാമൃഗം, സമാധാനമുള്ള നല്ല യാത്രാമൃഗം. വൽ മസ്കനുൽ വാസിയ, വിശാലമായ വീട്, താമസ സ്ഥലം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച റിപ്പോർട്ടിൽ വേറൊന്നുകൂടി കാണാം, അർബഉൻ മിനസ് സആദ, ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ലഭിക്കുന്ന നല്ല സൗഭാഗ്യങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങൾ. അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഭാര്യ. വൽ മസ്കനുൽ വാസിയ, വിശാലമായ വീട്. വൽ ജാറു സ്വാലിഹ്, നല്ല സ്വാലിഹായ അയൽവാസി. വൽ മർക്കബുൽ ഹനീം, നല്ല പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല യാത്രാമൃഗം. അതുപോലെ തന്നെ അതിൻ്റെ വിപരീതവും കാണാം ആ ഹദീസിൽ, വഅർബഉൻ മിനശ് ശഖാവ, ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് ഈ 4 കാര്യങ്ങൾ. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട അയൽവാസി, മോശപ്പെട്ട ഭാര്യ, അതുപോലെ തന്നെ ഇടുങ്ങിയ വീട്, പിന്നെ അനുസരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുള്ള യാത്രാമൃഗം, മോശപ്പെട്ട യാത്രാമൃഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാം. നല്ല അയൽപ്പക്ക ബന്ധം നല്ലതാക്കാൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, അയൽവാസി മോശമാണെങ്കിൽ അയാളുടെ ഷർറിൽ നിന്ന് പടച്ചവനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസിൽ കാണാം. അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസ് സൂ, അല്ലാഹുവേ മോശപ്പെട്ട അയൽവാസ ബന്ധത്തിൽ നിന്ന്, അയൽവാസിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഫിദാരിൽ മുഖാമ, സ്ഥിരതാമസമാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലുള്ളതാണ്. അഥവാ സ്ഥിരതാമസമാക്കുന്ന, ഇപ്പോൾ മദീന, മക്ക ഇങ്ങനെയുള്ള സ്ഥിരതാമസമാക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിരം അയൽവാസികളാണല്ലോ ഉണ്ടാവുക. അതിൽ നിന്ന് പടച്ചവനെ ഞാൻ ആ ഷർറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഫഇന്ന ജാറൽ ബാദിയത്തി യതഹവൽ, ഗ്രാമീണ സ്ഥലത്ത് നാടോടികളായി ജീവിക്കുന്ന ബാദിയയിൽ ജീവിക്കുന്ന ബദുക്കളായ അറബികൾ,
നാടോടികളായി യാത്രാ സംഘത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായി തമ്പടിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന അയൽവാസികൾ അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് സ്ഥിരതാമസമാക്കുന്ന ദാറുൽ മുഖാമയിലുള്ള അങ്ങനെ സ്ഥിരം അടുത്ത് താമസിക്കുന്ന അയൽവാസിയുടെ മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് ഞാൻ പടച്ചവനെ നിന്നോട് ശരണം ചോദിക്കുന്നു. സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാരോട് തഅവ്വദു ബില്ലാഹി മിൻ ജാരിസു, മോശപ്പെട്ട അയൽവാസി എന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുക സ്വഹാബികളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഈ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി എന്നുള്ളതാണ്. അഥവാ നല്ല അയൽപക്ക ബന്ധം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുകയും അള്ളാഹുവിനോട് അതിനെപ്പറ്റി ആവലാതിപ്പെടുകയും വേണം. സ്വഹാബിമാരോട് അത് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ചുരുക്കം. ഈ അയൽവാസ ബന്ധത്തെക്കുറിച്ച് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു ഹദീസ്, ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വില കൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് മാതാപിതാക്കളുമായുമുള്ള ബന്ധം, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അങ്ങനെ തുടങ്ങി കുറേ ബന്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് അയൽവാസ ബന്ധം. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസാഹിബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും നല്ല നിലയിൽ ഖൈറായ രൂപത്തിൽ ഇടപെട്ടവനാണ്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി എന്ന് പറയുന്നത് തൻ്റെ അയൽവാസിയോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെട്ടവനാണ്. അതുമാത്രമല്ല അയൽപക്ക ബന്ധത്തിൻ്റെ പരിധിയെക്കുറിച്ച് ഹദീസുകളിൽ കാണാം. മദ്ഹബിൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും ഒക്കെ മദ്ഹബിൻ്റെ ഇമാമുമാരും ഒക്കെ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ അയൽവാസി, ഏറ്റവും ഏതാണ് ഇതിൻ്റെ പരിധി എന്നൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നമുക്ക് 2 അയൽവാസികളുണ്ടല്ലോ, അപ്പോൾ എൻ്റെ അടുക്കൽ ഹദിയ കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ ആർക്ക് ഹദിയ കൊടുക്കണം? ഫഇല അയ്യിഹിമാ ഉഹ്ദി, ഞാൻ ആർക്കാണ് ഹദിയ കൊടുക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല അഖ്റബിഹിമാ മിൻകി ബാബൻ, നമ്മുടെ വീടിൽ നിന്ന് ഏറ്റവും അടുത്ത വാതിലുള്ള അയൽവാസി ഏതാണ്, ഏറ്റവും അടുത്ത വീട് ഏതാണ്, അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ അടുപ്പത്തിനനുസരിച്ച് അയൽപക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യവും കൂടും. നമ്മുടെ വീട്ടിലെ ഏറ്റവും അടുത്തയാൾക്ക് ആണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ അതിൻ്റെ പരിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും അടുത്ത ബന്ധം. അപ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ദഈഫായ ഹദീസ്, ഒരു വീടിൻ്റെ 40 പല വശങ്ങളിലേക്കുള്ള 40 വീടുകളാണ് ഹഖുൽ ജാരി 40 ദാറൻ ഹക്കദ വഹക്കദ വഹക്കദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ദുർബലമായ ഹദീസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഷാഫിഈ മദ്ഹബിൽ അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഒരു 40 വീട് വരെ ഒരു അയൽവാസ ബന്ധം എന്നത് പരിഗണനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. മാലിക്കി മദ്ഹബിൽ ഏറ്റവും അടുത്ത വശങ്ങളിലേക്കുള്ള വീടുകൾ, അല്ലെങ്കിൽ ഒരു വീട് അതിൽ തൊട്ട് മുമ്പിലൊരു റോഡുണ്ട്, അതിനപ്പുറത്ത് തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ആ വീടുകളാണ്. വലിയ അകലമൊന്നുമില്ലാത്ത ഒരു വീടുണ്ട്, കുറേ പിന്നെ തൊട്ട് മുമ്പിൽ ഒരു നദിയോ മറ്റോ ഉണ്ട്, അതിനപ്പുറത്തുള്ളതൊന്നും പെടില്ല. ഒരു വീട്, അതുപോലെ തന്നെ ഒരു റോഡിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ, ഇതിനൊക്കെയാണ് വലിയ വിടവ് വരാത്ത രൂപത്തിലുള്ള അടുത്ത ആ ഒരു പ്രദേശം, അതിനെയാണ് അയൽവാസ ബന്ധം എന്ന് പറഞ്ഞ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരൊന്നും കാണാൻ കഴിയും. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത് നമ്മളോട് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ആ വീട് അതേ പെടുള്ളൂ. ഏറ്റവും തൊട്ടടുത്ത വീട്, ആ വീടുകൾ അതേ പെടുള്ളൂ. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വീടുകൾ അത് മാത്രമേ പെടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചില സ്വഹാബിമാരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായം, മൻ സമിഅ നിദാഅ ഫഹുവ ജാർ, വിളിച്ചാൽ കേൾക്കുന്ന രൂപത്തിലുള്ള ഒക്കെയും അയൽവാസിയാണ് എന്ന് പറയുന്നത് കാണാം. അതുപോലെ തന്നെ മൻ സല്ല മഅക സ്വലാത്ത് സുബ്ഹി ഫിൽ മസ്ജിദി ഫഹുവ ജാർ, സുബഹിസ്കാരത്തിന് പള്ളി വരുന്ന ആളാണ് ജാർ. എന്ന് വെച്ചാൽ സുബഹിസ്കാരത്തിന് ഏറ്റവും അടുത്ത ആളുകളിൽ പള്ളി വരുള്ളൂ. ദുഹറിനും ഇതിനൊക്കെ പല നാടുകളിൽ നിന്നും വന്നേക്കാം. സുബഹിസ്കാരത്തിനൊരു പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും അടുത്ത പ്രദേശത്തുള്ള പള്ളിയിലേക്ക് വരാൻ വരുന്ന ആളാണ് സുബഹിസ്കാരത്തിന്. മാത്രമല്ല സുബഹി നിസ്കരിക്കാൻ വരുന്നവനാണ് യഥാർത്ഥത്തിൽ നിന്റെ അയൽവാസി എന്നും അതിനർത്ഥം പറയാം. അങ്ങനെ ഒരു അഭിപ്രായം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ നമ്മുടെ ഒരു നാട്ടു നടപ്പിനനുസരിച്ച് ഏറ്റവും ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഭിപ്രായം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുന്നത് കാണാം. അൽ ജാറു ഹുവൽ മുഖാരിബ്, അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അടുത്ത ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കുന്ന വയർജിഉ ഫീ ദാലിക ഇലൽ ഉർഫ്,
അത് ഉർഫിലേക്ക് മടക്കണം എന്നാണ്. അഥവാ നമ്മുടെ നാട്ടിൽ നമ്മളെ അയൽവാസികളെ പരിഗണിക്കുന്ന ഒരു അകലമുണ്ടല്ലോ, അതെന്താണോ അത് പരിഗണിക്കുക. നമ്മുടെ നാട്ടിൽ പൊതുവേ പരിഗണിക്കപ്പെടുന്ന ആ ഒരു ദൂരപരിധി അനുസരിച്ച് അയൽവാസികളെ നമ്മൾ പരിഗണിക്കുക എന്നതാണ് വേണ്ടത്. അവിടെ ആ നിലക്കുള്ള ആളുകളോട് ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെയും ബാധകമാകും, ഉത്തരവാദിത്തങ്ങൾ ബാധകമാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു ഹദീസ് കാണാം. കാരണം പുരുഷന്മാരെക്കാൾ അയൽപ്പക്ക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ സ്ത്രീകളായിരിക്കും. സ്ത്രീകളും തമ്മിലായിരിക്കും ഒരുപാട് വീട്ടിലെ പല സാധനങ്ങളും കൈമാറ്റം ചെയ്യുന്നത്, ബന്ധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ, വിവരങ്ങൾ അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിമാത്തുകളായ സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൽ ലിജാറത്തിഹാ, ഒരു അയൽവാസിനിയും തൻ്റെ അയൽവാസിനിയോടുള്ള ബന്ധത്തെ നിസാരമായി കാണാം. വലൗ ഫിർസന ഷാത്തി, പരസ്പരം പങ്കുവയ്ക്കാൻ, കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൊടുക്കാൻ ഒരു ആടിൻ്റെ കുളമ്പാണ് കയ്യിലുള്ളതെങ്കിലും അതേ കൊടുക്കാൻ പറ്റൂ, വേറൊന്നും കയ്യിലില്ല, അതിന് മാത്രമുള്ള വകയേ ഉള്ളൂവെങ്കിലും അത് കൊടുത്തിട്ട് ആ അയൽപ്പക്ക ബന്ധം നിലനിർത്തി ആ നന്മ അവിടെ നിലനിർത്തണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാൻ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം, അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ ഗിഫാരി പ്രസിദ്ധനായ സ്വഹാബിയാണ്. ഇന്ന ഖലീലി ഔസാനി, എൻ്റെ ഖലീൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നൽകിയ ഉപദേശമാണ്, അബൂദർ ഇദാ തബഖ്ത മറഖൻ, നീ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫഅക്സിർ മഅഹു, ആ കറിയിൽ നീ വെള്ളം ചേർക്കണം. സുമ്മൻദുർ അഹ്ല ബൈത്തിൻ മിൻ ജിറാനിക്, പിന്നെ നിന്റെ അയൽവാസികളിൽപ്പെട്ട ഒരു വീടിനെ നീ പരിശോധിക്കണം. ഫഅസിബ്ഹും മിൻഹാ ബിമഅറൂഫ്, ഒരു നാട്ടിലൊരു സമ്പ്രദായം അനുസരിച്ച്, ഒരു നന്മ ചെയ്യാനനുസരിച്ച്, ഒരു നാട്ടുനടപ്പനുസരിച്ച് അതിൽ നിന്ന് നിനക്ക് അവർക്ക് കൂടി കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ അത് കൊടുക്കണം, അവർക്ക് കൂടി അത് പങ്കുവെക്കണം, വെള്ളം ചേർത്തിട്ടെങ്കിലും. അബൂദർ എന്ന് അബൂദർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ ആമന ബി മൻ ബാത ശബആൻ, വയറ് നിറച്ച് കിടന്നുറങ്ങുന്നവൻ എന്നിൽ വിശ്വസിച്ചവനല്ല, അവൻ മുഅ്മിനല്ല. എങ്ങനെ വയറ് നിറച്ച് കിടന്നുറങ്ങുന്നവൻ, വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി, അവൻ അറിയാം അവൻ്റെ തൊട്ടടുത്ത അയൽവാസി വിശന്നു പട്ടിണിയിലാണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും, അത് അവൻ അറിയാമായിരുന്നിട്ടും സ്വന്തം വയറ് നിറച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നവൻ മാ ആമന ബി, അവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല, അവൻ ഈമാനില്ല, അഥവാ ഈമാൻ പൂർണ്ണമായവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് പിന്നെയും ഉദ്ധരിക്കാൻ കഴിയുന്ന ഹദീസുകളുണ്ട്. ഒരിക്കൽ അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിനെ മാത്രം ഭക്ഷണത്തിന് വിളിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്വഹാബിമാരെയും ഇൻഹദു, എല്ലാവരും നമുക്ക് പോവാം, അനസ് ദാ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹുവിൻ്റെ റസൂലിനെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഉമ്മ ചോദിക്കുന്നു, അനസ് നീ എന്താ കാണിച്ചത്, അല്ലാഹുവിൻ്റെ ഇത്രയും ആളുകൾ വീട്ടിൽ കൊടുക്കാൻ ഒന്നുമില്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് അനുസൃതമായി അന്ന് വീട്ടിലുള്ള ഭക്ഷണം വർദ്ധിച്ചു. 80-ലധികം വരുന്ന സ്വഹാബിമാരും ഒക്കെ അതിൽ നിന്ന് കഴിച്ചു. അവസാനം ആ പാത്രത്തിൽ അതുപോലെ തന്നെ തുടക്കത്തിലുള്ളതുപോലെ തന്നെ ബാക്കിയായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുലി, ഇത് നിങ്ങൾ കഴിക്കണം. ഉമ്മു സുലൈം അതുപോലെ തന്നെ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മാതാവിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ കൂടിയാണ്. അപ്പോൾ ആ നിലക്കൊരു ബന്ധം കൂടിയാണ് ആ വീടുമായി, അനസ് റളിയല്ലാഹുവിൻ്റെ വീടാണ്, ഒക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. വഅത്ഇനി ജീറാനകി, നിങ്ങൾ കഴിക്കുക മാത്രമല്ല അയൽവാസികൾക്കും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി പോകുന്ന ഹദീസ് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ വഫാത്തിനൊക്കെ ശേഷം ആളുകളോട് അയൽവാസ ബന്ധത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസ് ഇങ്ങനെയാണ്, ഇദസ്തഅദന അഹദകും ജാറുഹു അൻ യഗ്രിസ ഖശബതൻ ഫീ ജിദാരിഹി ഫലാ യംനഅഹു, നിങ്ങളുടെ ആരുടെയെങ്കിലും അയൽവാസി നിങ്ങളുടെ മതിലിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പണി കഴിപ്പിച്ച മതിലിൽ എന്തെങ്കിലും ഖശബത്ത് അഥവാ തടി കഷ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനുള്ള സംഗതികൾ, തടിയോ മറ്റു കഷ്ണങ്ങളോ ഒക്കെ വെക്കാൻ, അതിൽ മേൽ വെക്കാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹു, അത് തടയരുത്, അനുവാദം കൊടുക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറയുടെ മുമ്പിലിരുന്ന ആളുകൾക്കൊക്കെ ഒരു മനപ്രയാസം, അത്രമാത്രമൊക്കെ ഉണ്ടോ ഈ പറഞ്ഞ സംഗതി.
അവരൊക്കെ ഇങ്ങനെ തലയാട്ടാനും പലതും ഇങ്ങനെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രൂപത്തിൽ അത് അത്ര വലിയ സംഗതിയൊക്കെ ഉണ്ടോ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ പിന്നെ അതിരൊക്കെ കടന്ന് സാധനങ്ങളൊക്കെ വെക്കാൻ അനുവാദം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ആളുകൾ ഇരുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, മാലി അറാക്കും അൻഹാ മുഅ്രിദീൻ, എന്താണ് ഞാൻ ഈ കാണുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സുന്നത്ത്, ഒരു ചര്യ, പ്രവാചകൻ്റെ അധ്യാപനം, ഒരു കൽപ്പന ഞാൻ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണല്ലോ. വല്ലാഹി ലഅർമിയന്ന ബിഹാ ബൈന അക്താഫിഹും, ഞാൻ നിങ്ങളോടത് വീണ്ടും പറയുക തന്നെ ചെയ്യും. ഒരു പ്രയോഗമാണ് ആ ഹദീസിൽ സൂചിപ്പിച്ചത്. ഞാൻ നിങ്ങളുടെ ചുമലുകൾക്കിടയിൽ ഞാനത് എറിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഞാൻ ഇനിയും ഇത് വ്യക്തമായി ഈ ബന്ധത്തെക്കുറിച്ച്, ഈ ഹദീസ്, ഈ കൽപ്പന ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബന്ധങ്ങൾക്ക് ആ പരിഗണനയുണ്ട് എന്ന അർത്ഥത്തിൽ ബുഖാരി മുസ്ലിം ഒക്കെ ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളുള്ള ബന്ധം ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്കും നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സംഭവം, അത്രയേറെ ബന്ധം ആഴം പറയുമ്പോൾ അത്രയേറെ വലിയ പരിഗണനയും ഗൗരവവും ഇതിന് പ്രവാചകൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വെറുതെ അല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത് വെറുതെയാണെന്ന് വിചാരിക്കരുത് എന്നത് ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അവസാനമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി സൂചിപ്പിക്കാം. ഈ ബന്ധത്തെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ സ്വയം വിലയിരുത്തലുള്ള, സ്വയം മാർക്കിടലിനുള്ള ഒരു ഉപാധിയായി, ഒരു മാനദണ്ഡമായി കൂടി പഠിപ്പിച്ചു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ പ്രവാചകനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാനൊരു നല്ല മനുഷ്യനാണോ ഒരു മോശം മനുഷ്യനാണോ എന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? കൈഫ ലി അൻ അഅലം ഇദാ അഹ്സൻതു വ ഇദാ അസഅതു, ഞാൻ നല്ല പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത്, ചീത്ത പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത്, എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, ഇദാ സമിഅത ജീറാനക യഖൂലൂൻ അൻ ഖദ് അഹ്സൻത, നിന്റെ അയൽവാസികൾ നീ നല്ലൊരു മനുഷ്യനാണ്, നീ ചെയ്യുന്നത് നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് പറയുന്നു എങ്കിൽ ഫഖദ് അഹ്സൻത, നീ നല്ല മനുഷ്യനാണ്, നീ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. വൈദാ സമിഅതഹും യഖൂലൂൻ ഖദ് അസഅത ഫഖദ് അസഅത, നിന്റെ അയൽവാസികൾ മൊത്തം നിന്നെക്കുറിച്ച് പറയുന്നത് നീ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്, നീ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുവെങ്കിൽ ഫഖദ് അസഅത, നീ തെറ്റാണ് ചെയ്തത്. അഥവാ ആ ബന്ധത്തിന് അത്രയേറെ സ്വന്തം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. ഭാര്യമാരുള്ള ബന്ധം, ഏറ്റവും അടുത്ത കുടുംബത്തിലുള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വീട്ടിൽ നമ്മോടൊപ്പം കിടന്നുറങ്ങുന്ന നമ്മുടെ ഇണ, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബം, നമ്മുടെ വീട്ടുകാർ നമ്മളെക്കുറിച്ച് പറയണം, നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് പറയണം നല്ല ആളാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ചെറിയ സർട്ടിഫിക്കറ്റ് അല്ല. എത്ര വലിയ ദീനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരായിരുന്നാൽ പോലും പലപ്പോഴും ഈ രംഗത്ത് ഉള്ള കുറേ ചാബല്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ യഥാർത്ഥ ആദർശം മനസ്സിലാവും. അയൽവാസികളൊക്കെ പിന്നെ തെറ്റായ ആദർശങ്ങൾ വെച്ച് പുലർത്തുന്ന സമസ്തക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആളുകളായിരിക്കും. പക്ഷെ എന്നാലും അവരുടെ അയൽവാസ ബന്ധം ചിലപ്പോൾ ഒറ്റ അടിക്ക് അറുത്തു മുറിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. അങ്ങനെയല്ല, ഒരു നല്ല യഥാർത്ഥ അഖീദ മനസ്സിലാക്കിയ നല്ല സലഫിയായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. അവരോട് നിന്ന് എത്ര ഉപദ്രവങ്ങൾ കിട്ടിയാലും അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും അത്രയേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത്ര വലിയ പ്രതിഫലം അതിനുള്ളത്. അപ്പോൾ പറയുന്നതിനേക്കാൾ ഉപരി അത് പ്രാവർത്തികമാക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ആ നിലക്ക് ആ ബന്ധങ്ങളെ പരിഗണിക്കുകയും നല്ല ബന്ധങ്ങൾ അവിടെ കാഴ്ചവെക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറായ മനുഷ്യന്മാരെ ഉൾപ്പെടാൻ നമുക്ക് കഴിയും. നല്ല ബന്ധങ്ങൾ നാളെ സ്വർഗം വരേക്കും അതിൻ്റെ ഒരു പ്രതിഫലവും മറ്റു കാര്യങ്ങളും നമ്മുടെ കൂട്ടിനുണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അയൽവാസികളുടെ ബന്ധം നമുക്ക് കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്വഹാബിമാരിലെ ഒട്ടനവധി സന്ദർഭങ്ങളിൽ നിന്ന് അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്നതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ച് നമ്മുടെ അയൽവാസികൾ എന്ത് തരക്കാരായിരുന്നാലും ഇപ്പം മുസ്ലിം അല്ലെങ്കിൽ പോലും അവരോട് പാലിക്കേണ്ട അയൽവാസ ബന്ധത്തിൽ ഇളവില്ല, അത് പാലിക്കുക തന്നെ വേണം. നമ്മളെ ഉപദ്രവിച്ചാലും നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും ഇനി അല്ല കുറേ തിന്മകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും എന്നൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് ഫത്ഹുൽ ബാരിയിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ആ നിലക്ക് നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ക്ഷമയോടുകൂടി അതിനെ പരിഗണിക്കാനും ആ നന്മകൾ നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.